ബിനീഷ് കൊടിയേരി ചേരുന്നു. ബിനീഷ്, ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം അഗ്നിയിൽ അമരൻ. എങ്ങനെ വി എസിനെ ഓർത്തെടുക്കാൻ കഴിയും? അല്ല, ഇതൊരു പുതിയ വി എസ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു ചരിത്രമായിരുന്നു. വി എസ് മരണപ്പെടുമ്പോഴും ചരിത്രമായി തന്നെ മടങ്ങുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ വിലാപയാത്രയല്ല അത് മാറിയിരിക്കുന്നത്. അതൊരു ചരിത്രത്തിന്റെ പാഠപുസ്തകമായി പുതിയ വരുന്ന തലമുറയിലുള്ള കുട്ടികൾ, നമ്മൾ ജെൻസി കിഡ്സ്, ആൽഫ കിഡ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ പുതിയ തലമുറയിലെ കുട്ടികൾ പോലും വി എസിനെ പഠിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. വി എസിനെ വെറുതെ ഒരു നോക്ക് കാണുവാൻ, ഒറ്റ നോക്ക് കാണുവാൻ, ഒരു മുഷ്ടി ചുരുട്ടി ഒരു അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ഞാൻ ദർബാർ ഹാള് തൊട്ട് ഹരിപ്പാട് വരെ കൂടെ ഉണ്ടായിരുന്നു. അവരെയുള്ള 2 മണിക്കും 3 മണിക്കുമൊക്കെ അമ്മമാരുടെ ഒക്കത്തും അല്ലെങ്കിൽ അച്ഛന്മാരുടെ കൈ പിടിച്ചുമൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ വി എസിനെ കാണാൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേവലം ഒരു കാണൽ മാത്രമല്ല, അതൊരു വി എസ് എന്താണെന്ന് പഠിക്കുന്നു, പോരാട്ടങ്ങൾ എന്താണെന്ന് പഠിക്കുന്നു, പുന്നപ്ര എന്താണെന്ന് പഠിക്കുന്നു, വയലാർ എന്താണെന്ന് പഠിക്കുന്നു, കർഷക തൊഴിലാളികളുടെ ജീവിതം എത്തരത്തിലുള്ളതായിരുന്നു എന്ന് പഠിക്കുന്നു, ഈ കേരളം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ഒരു പാഠശാലയായി കൂടി മരണപ്പെട്ടപ്പോൾ പോലും വി എസ് മാറുന്നു. ഒരു 5-6 വർഷമായിട്ട് വി എസ് നമ്മുടെ പൊതുസമൂഹത്തിന്റെ പൊതുധാരയിൽ ഇല്ലെങ്കിൽ പോലും അതിനുശേഷം ഈ പറയുന്ന വി എസിനെ മനസ്സിലാക്കിയ ആളുകളുണ്ടോ എന്ന് സംശയം ജനിപ്പിച്ചിരുന്നവരുടെ എല്ലാം വായടപ്പിക്കുന്ന തരത്തിലേക്കുള്ള ജനസഞ്ചയം അല്ലെങ്കിൽ അതൊരു ജനകീയമായിട്ടുള്ള ഒരു യാത്രയയപ്പ് പക്ഷേ നമ്മളെ എല്ലാവരും അതിശയിപ്പിച്ചതും അതാണ്. കാരണം ഇത്രയധികം വർഷങ്ങൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്ന ഒരാളെ നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ഇപ്പോഴും ഇങ്ങനെ ഹൃദയത്തിലേറ്റി രാത്രി മഴയൊന്നും വകവയ്ക്കാതെ ഈ കൊല്ലത്തും പ്രത്യേകിച്ച് കായംകുളത്തും അടക്കം ചെങ്ങന്നൂർ ഉൾപ്പെടെ അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം പാതിരാത്രിയിൽ മുഴക്കിയ ആയിരക്കണക്കിന് ആളുകൾ. എങ്ങനെ ഒരു നേതാവിന് ഇങ്ങനെ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ കഴിയുമെന്നൊരു വലിയ ചോദ്യം കൂടിയല്ലേ അത് ബാക്കിയത്? ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെടുകയും ജനങ്ങളോടൊപ്പം നിന്ന് പോരാടുകയും ജനകീയ വിഷയങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു നേതാവിനെ ജനങ്ങൾ വിസ്മൃതിയിലേക്ക് പോകാൻ വേണ്ടി അനുവദിക്കുകയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വി എസ് എന്നുള്ളത്. ഇപ്പോൾ നാളെ വി എസ് എന്നുള്ളത് അല്ലെങ്കിൽ ഇന്നലെ വി എസ് എന്തെന്നുള്ളതല്ല, വി എസ് എപ്പോഴും നമ്മളോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരു പുസ്തകമായി, നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ചരിത്ര പാഠമായി എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇത് മാറാൻ പോകും. ഒരു കാര്യം കൂടി, കോടിയേരി താങ്കളുടെ അച്ഛൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴും അല്ലാതെ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്നപ്പോഴുമെല്ലാം വി എസുമായി ഉണ്ടായിരുന്ന ഒരു റാപ്പോ ഉണ്ടായിരുന്നു. അത് കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്താണ്. കോടിയേരി നേരത്തെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. കോടിയേരിയുമായും വി എസുമായുള്ള ഒരു അവരുടെ ഇടയടുപ്പം എങ്ങനെയായിരുന്നു നോക്കിക്കാണുന്നത്? 2006 ഭരണം, 2006 LDF ഗവൺമെന്റ് എന്നുള്ളത് ഞാൻ എപ്പോഴും LDF ഗവൺമെന്റുകളെ വിലയിരുത്തപ്പെടുന്ന ഒന്ന്, ഏറ്റവും നന്നായിട്ട് ഭരിച്ച ഒരു ഗവൺമെന്റ് എന്നുള്ളതിന്റെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു 2006. അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വിഭാഗീയത വലിയ രീതിയിൽ പാർട്ടിക്കകത്ത് നീളിച്ചു നിന്നിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു. അന്ന് വി എസ് മുഖ്യമന്ത്രിയും കോടിയേരി ആഭ്യന്തരമന്ത്രിയായി നിൽക്കുമ്പോൾ ഇതെങ്ങനെ കൊണ്ടുപോകും, ഇത് എത്തരത്തിലുള്ളൊരു ഭരണമാവും, ഇത് ഭരണമായിട്ട് നന്നായി കൊണ്ടുപോകാൻ പറ്റുമെന്ന് വലിയ ആശങ്ക എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വി എസും കോടിയേരിയും തമ്മിലുള്ള ഭയങ്കരമായ ഒരു കെമിസ്ട്രി, അവർ തമ്മിലുള്ള രസതന്ത്രമാണ് പിന്നീട് അങ്ങോട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. വി എസ് പറയുന്നതിനെ കോടിയേരി അംഗീകരിക്കുകയും അച്ഛൻ പറയുന്നത് വി എസിനെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധം എന്നുള്ളത്. പിന്നെ അച്ഛനോട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് വി എസിന് എപ്പോഴും ഒരു വാത്സല്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു വാത്സല്യത്തോടു കൂടി തന്നെയാണ് വി എസ് അച്ഛനോട് ഇടപെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജനകീയമായി ഇടപെട്ട 2 നേതാക്കളാണ്. ജനകീയമായിട്ട് ഇടപെട്ട വിഷയങ്ങളിൽ ഇടപെട്ടിരുന്ന എല്ലാവരെയും കേൾക്കാൻ തയ്യാറായ 2 പേരാണ്. അതാണ് അവരെ ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കേൾക്കുവാൻ തയ്യാറാവുന്ന 2 പേർ. കേൾക്കുവാൻ, നമുക്ക് ഒരു വിഷമം പറയുമ്പോൾ കേൾക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ 2 പേരും ഒരേ പാതയിലായിരുന്നു. എന്തായാലും ആ ഒരു കേൾക്കാൻ തയ്യാറായ മനസ്സുകൾക്ക്, ആ മുഖങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആദരവ്, അന്ത്യാദരവ് അത് തന്നെയായിരിക്കും ഇവിടെ വി എസിനും ലഭിച്ചത് എന്നാണ് പറയുന്നത്.